അങ്ങനെ നല്ല മൂന്നാമത്തെ T20യിൽ ഇന്ത്യ ജയിച്ചു. അങ്ങനെ 2-1 നിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഫ്ലാറ്റ് പിച്ചുമായിട്ട് പോയതേയില്ല. പേസ് ബോളർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു അൺഈവൻ ബൗൺസ് കിട്ടുന്ന ബബിൾ സീം ഒക്കെ കിട്ടുന്ന ഒരു പിച്ചുമായിട്ടാണ് ഇന്ത്യ പോയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിച്ചുമായിട്ട് ഇന്ത്യ പോയെന്നുള്ളത് ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും പെർഫോമൻസ് കണ്ടപ്പോൾ മനസ്സിലായി. ഇൻ കേസ് ഇന്ത്യ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്യൂ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒരു ഫ്ലാറ്റ് പിച്ചിൽ എടുക്കുന്ന ഒരു സ്കോർ ഇന്ത്യക്ക് കഴിഞ്ഞ കളിയിലെ കൂട്ട് ചേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടെ ചേർന്ന് ഇന്ന് തന്നു എന്ന് തന്നെ പറയണം. 117 റൺസിന്റെ ഒരു ചേസിനെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടെ ചേർന്ന് എന്തുമാത്രം ഡിഫിക്കൽട്ട് ആക്കി നോക്കിക്കേ. അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യുമ്പോഴത്തേന് പിച്ചിനകത്ത് ഒരു ഭൂതമില്ലായിരുന്നു. 6 ഓവറിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 60 ആണ്. അതായത് 10 റൺസ് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പവർ പ്ലേക്കകത്ത്. അഭിഷേക് ശർമ്മ അങ്ങോട്ട് ഔട്ട് ആവുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ശുഭ്മാൻ ഗില്ല് വന്ന് ഇന്ന് കളിച്ച ഒരു പ്രകടനം. 28 ബോളിൽ 28 റൺസ് എടുക്കാൻ വേണ്ടിയാണോ ശുഭ്മാൻ ഗില്ലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്? മോനെ, ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞെങ്കിൽ വേഗം ഓടിവ. നിന്നെ 28 ബോളിൽ നിന്ന് 28 റൺസ് എടുക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇന്ത്യ ബാക്ക് ചെയ്യുവാണ് ശുഭ്മാൻ ഗില്ലിനെ. 2024 ജൂലൈ 13 സിംബാബ്വേക്കെതിരെ ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചത്. ഇന്ന് നോക്കുവാണെങ്കിൽ 500 ദിവസത്തിന് മേളിലായി ഒരു 50 കണ്ടെത്തിയിട്ട് ഇന്നത്തെ ബാറ്റിംഗ് കണ്ടിട്ട് ആ ഒരു പഴയ ശുഭ്മാൻ ഗില്ലിനെ കാണാനേ കഴിഞ്ഞില്ല. IPL ഒക്കെ വന്നിട്ട് കൂളായിട്ട് കളിക്കുന്ന ഒരു ശുഭ്മാൻ ഗില്ലിനെ കാണാനേ കഴിഞ്ഞില്ല. റൺ റേറ്റ് പ്രഷർ ഇല്ലായിരുന്നു, സ്കോർ ബോർഡ് പ്രഷർ ഇല്ലായിരുന്നു. 200 റൺസിന്റെ ഒരു ചേസിന് വേണ്ടി ശുഭ്മാൻ ഗില്ലിന് പോകേണ്ടതായിട്ട് വന്നില്ല. പക്ഷേ പ്രഷർ, എനിക്ക് റണ്ണില്ലല്ലോ, വേൾഡ് കപ്പിന് എനിക്ക് ഈ റണ്ണുമായിട്ട് പോയാൽ പറ്റത്തില്ല എന്നുള്ള ഒരു ടെൻഷനായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ മുഖത്തും ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിങ്ങിലും. ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എതിർ ടീമിന് വലിയ പ്ലാനൊന്നും ഉണ്ടാക്കേണ്ടതായിട്ടേ വരുന്നില്ല ശുഭ്മാൻ ഗില്ലിനെതിരെ. സ്ട്രേറ്റ് സ്റ്റംപ് എറിഞ്ഞാൽ മതി, ശുഭ്മാൻ ഗില്ല് ഒന്നി ലെഗ് ബിഫോർ ആവും, അല്ലെങ്കിൽ ബൗൾഡ് ആവും. ഇന്ന് വന്നിട്ട് ബൗൾഡ്. ഫസ്റ്റ് ബോളിൽ ലെഗ് ബിഫോർ ആയിരുന്നു. ആ ചെറിയൊരു എഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഡക്കിന് കയറി പോകേണ്ടതായിട്ട് വന്നേനെ. പക്ഷേ 28 ബോളിൽ നിന്ന് 28 റൺസ് എടുത്ത് കോൺഫിഡൻസ് വീണ്ടും എടുത്തോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഇന്ന് ശുഭ്മാൻ ഗില്ല് കാഴ്ച വെക്കേണ്ടിയിരുന്നത് ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് അവസാനം വരെ നിന്ന് ടീമിനെ വിജയിപ്പിച്ചിട്ട് പോകണമായിരുന്നു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന് കഴിയുന്നില്ല. റിയലി ഫോമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ശുഭ്മാൻ ഗില്ലിനാണ് ഈ ഒരു സീരീസ് ഉടനീളം കാണാൻ കഴിയുന്നത്. ഇവിടുന്നല്ല, ആസ്ട്രേലിയ സീരീസ് നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഈ 3 സീരീസും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 3 സീരീസിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ശുഭ്മാൻ ഗില്ല്. എന്ത് വിശ്വസിച്ചിട്ടാണ് ഇന്ത്യൻ ടീം വേൾഡ് കപ്പിന് ശുഭ്മാൻ ഗില്ലുമായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കണ്ടറിയണം. എന്ത് വിശ്വസിച്ചിട്ടാണ്? 138 സ്ട്രൈക്ക് റേറ്റ് ആണ് ശുഭ്മാൻ ഗില്ലിന് ഇപ്പോൾ ഉള്ളത്. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 23 റൺസിന്റെ ആവറേജ് ആണുള്ളത്. വേറെ ഒരു പ്ലെയർ ഇല്ലേ നമ്മുടെ കയ്യിൽ? ഇതിലും എത്രയോ ബെറ്റർ ആണ് സഞ്ജു സാംസൺ, എത്രയോ ബെറ്റർ ആണ്. സെയ്ദ് മുസ്താഖ് അലിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയർ, 230 റൺസ് 6 കളിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്ലെയർ, ഹാഫ് സെഞ്ചുറി കണ്ടെത്തിയ ഒരു പ്ലെയർ, നല്ല ഫോമിൽ ഇരുത്തുന്ന ഒരു പ്ലെയറിനെ ബെഞ്ചിൽ വെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇരുത്തിയേക്കുന്നു. ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത പോസ്റ്റർ ബോയ് ആയിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ മറ്റൊരു വിരാട് കോഹ്ലി ആക്കി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗൗതം ഗംഭീർ ഒക്കെ കിടന്ന് പ്രയാസപ്പെടുന്ന ഒരു ദിനങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഇന്ന് ഇന്ത്യൻ ടീമിലെ നമ്പർ 3 മറ്റൊരാളായിരുന്നു. അത് ഈ 3 കളിയിലും 3 നമ്പർ 3 ആയിരുന്നു ഇന്ത്യക്ക്. ആദ്യത്തെ കളിയിൽ സൂര്യകുമാർ യാദവ്, രണ്ടാമത്തെ കളിയിൽ അക്ഷർ പട്ടേൽ, ഇന്നത്തെ കളിയിൽ തിലക് വർമ്മ. സൂര്യകുമാർ യാദവ്, നീയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. നീ ടോസ് ഇടാനും ചൂയിങ്കം ചമയ്ക്കാനും വേണ്ടിയല്ല ടീമിലുള്ളത് കേട്ടോ. നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടി എങ്കിലും കെട്ടിവെച്ചിട്ട് ഗൗതം ഗംഭീറിനോട് പോയി പറയണം, നമ്പർ 3 എനിക്ക് പോയി കളിക്കണം. ഇന്ന് സ്കോർ കുറവായിരുന്നു, എനിക്ക് എൻ്റെ കോൺഫിഡൻസ് തിരിച്ചുകൊണ്ട് വരണം, എനിക്ക് ഫോമിലോട്ട് തിരിച്ചു വരണം. ഇന്ന് എന്തുകൊണ്ടും തിലക് വർമ്മയ്ക്ക് മുമ്പേ സൂര്യകുമാർ യാദവ് വന്നിട്ട് ബാറ്റ് ചെയ്യണമായിരുന്നു. സ്കോർ ബോർഡ് പ്രഷർ ഇല്ലായിരുന്നു, റൺ റേറ്റ് പ്രഷർ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഈസി ആയിട്ട് വന്നിട്ട് മാച്ചിനെ ഫിനിഷ് ചെയ്ത് കാണിക്കണമായിരുന്നു സൂര്യകുമാർ യാദവ്. വരുന്നു, 2 ബോൾ ബൗണ്ടറി അടിക്കുന്നു, 3ാമത്തെ ബോൾ സൂര്യകുമാർ യാദവ് ഔട്ടാണ്. സൂര്യകുമാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡൗൺ ദ ലെഗ് സൈഡ് താ, എനിക്ക് പിക്കപ്പ് ഷോട്ട് കളിക്കണമെന്ന്. അവരിട്ട് കൊടുത്തതല്ല, അവർ വെൽ പ്ലാനുമായിട്ട് വരുന്നു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ 2 ബോൾ ഇട്ട് കൊടുക്കുന്നു, സ്ട്രഗിൾ ചെയ്യും. പണ്ടൊക്കെ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കവറിന്റെ മണ്ടയിൽ കൂടെ 6 അടിക്കുന്ന ഒരു സൂര്യകുമാർ യാദവിനെ എനിക്കറിയായിരുന്നു. ഇന്ന് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ പോകുന്ന ബോൾ അല്ലെങ്കിൽ ഒരു മൂവിംഗ് ബോൾ സ്ട്രഗിൾ ചെയ്യുകയാണ് സൂര്യകുമാർ യാദവ്. 2025 ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 14 താഴെയായിട്ട് മാറുകയാണ് സൂര്യകുമാർ യാദവിന്റെ ആവറേജ്. 14 താഴെ, ഒരു 50 കണ്ടെത്താൻ കഴിയുന്നില്ല. തികച്ചൊരു 2 ഓവർ പിടിച്ചു നിൽക്കാൻ സൂര്യകുമാർ യാദവിന് കഴിയുന്നില്ല. ടോസ് ഇടാൻ വേണ്ടി മാത്രം ഇന്ത്യക്ക് ഒരു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, ഈ 2 പേര് ഇന്ത്യൻ ടീമിന് ഒരു അധികപ്പറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കൺസേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ കേവലം 7 കളി അകലെയാണ് ഇന്ത്യ. ഇതാണോ നമ്മുടെ പ്രിപ്പറേഷൻ? ഒരു അഭിഷേക് ശർമ്മയോ ഒരു തിലക് വർമ്മയോ ഒരു ഹാർദിക് പാണ്ഡ്യയോ ബാറ്റിംഗിൽ പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ ഇതാണ്. കഴിഞ്ഞ കളി സൂര്യകുമാർ യാദവ് പറഞ്ഞതാണ്, അഭിഷേക് ശർമ്മ മാത്രം ബാറ്റ് ചെയ്താൽ പോരാ, ഞാനും വൈസ് ക്യാപ്റ്റനും ബാറ്റ് ചെയ്യണമെന്ന്. ഇന്ന് എന്തുകൊണ്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല? ചെറിയൊരു സ്കോറായിരുന്നു, അവസാനം വരെ നിന്നിട്ട് കളി എന്തുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ സൂര്യകുമാർ യാദവിന് കഴിയുന്നില്ല? 2021 T20 വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ഏറ്റവും മോശം വർഷമായിരുന്നു.
ഏറ്റവും മോശം വർഷം. IPL നോക്കുവാണെങ്കിൽ ദുബായിലാണ് നടന്നത്. IPL ഫ്ലോപ്പായിരുന്നു. അത് കഴിഞ്ഞ് T20 കളിക്കാൻ വരുന്നു. ഇന്ത്യ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താവുന്നു. പാകിസ്ഥാനോടും ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ട് ഇന്ത്യ T20 വേൾഡ് കപ്പിൽ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവും. ആ ഒരു സ്ഥിതിയിലേക്കൊന്നും പോകാതിരിക്കട്ടെ. 1-2 ബാറ്റ്സ്മാൻമാരെ ആശ്രയിക്കുന്ന ഒരു ഇന്ത്യൻ ടീമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ ടീം മാറി. പിന്നെ തിലക് വർമ്മയുടെ ബാറ്റിംഗ് 34 ബോളിൽ നിന്ന് 26 റൺസ്. ഇത്ര സ്ലോ കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരു പിടിയും കിട്ടുന്നില്ല. റണ്ണ ബോളായിരുന്നു തിലക് വർമ്മയെ വന്ന് കളിച്ചത്. അവിടെ ഈസി ആയിട്ട് സ്കോർ കണ്ടെത്താമായിരുന്നല്ലോ. ഇതിപ്പോൾ സൗത്ത് ആഫ്രിക്ക ഒരു കോൺഫിഡൻസാണ് കൊടുക്കുന്നത്. നമ്മൾ അല്പം കൂടെ ബെറ്റർ ആയിട്ട് ബാറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ കഴിയും, ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ പിടിച്ചു കെട്ടാൻ കഴിയും എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ഇന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് കൊടുത്തത്. തിലക് വർമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ അല്പം കൂടെ നല്ല സ്ട്രൈക്ക് റേറ്റ് കളിക്കാമായിരുന്നു. ഇത്ര റണ്ണ ബോൾ കളിക്കാൻ ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ഫസ്റ്റ് ബോൾ മുതലേ 6 അടിക്കുന്ന ഒരു അഭിഷേക് ശർമ്മ സ്ക്വയർ ലെഗിന് മേളിലൂടെ ലുങ്കി ഇങ്കിഡിയെ ഒരു 6 അടിക്കുന്നു. മാർക്കോ യാൻസനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് സ്ക്വയർ ലെഗിന് മേളിലൂടെ അടിച്ച ഒരു 6. എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു അറിയാമോ. പവർ പ്ലേക്കകത്ത് തന്നെ കളിയെ തീർത്തു അഭിഷേക് ശർമ്മ. ഇന്ത്യയുടെ വരുതിയിലോട്ട് കൊണ്ടുവന്നു കളിയെ. ഒരു 15 മിസ്സായി പോയി എന്തായാലും അവിടെ. 3 6 3 4 അടിക്കുന്നത്. 18 ബോളിൽ 35 റൺസ് എടുത്തു. 195 സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് ഫിയർലെസ് ആയിട്ട് ഒരു ബാറ്റിംഗ് കഴിച്ചു പോകും. അഭിഷേക് ശർമ്മ ഒന്ന് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേന് ഇന്ത്യൻ ടീമിന് ജയിക്കാൻ കഴിയുന്നുണ്ട്. മേ ബി തിലക് വർമ്മയോ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയോ ആരെങ്കിലും വന്ന് ഫിനിഷ് ചെയ്ത് ഇന്ത്യക്ക് മത്സരം വിജയിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് അവിടെ പോവുകയാണെങ്കിൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്നു. 2 കളി നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കെതിരെ നല്ല പ്ലാനുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക വന്നു. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ കൊടുത്തതില്ല, ബോഡി ടു ബോഡി തന്നെ ഷോർട്ട് പിച്ച് ബോൾ എറിഞ്ഞുകൊണ്ടായിരുന്നു. അതായത് 4th സ്റ്റമ്പിൽ എറിഞ്ഞുകൊണ്ടായിരുന്നു. ഇന്നെന്തായാലും അവർ ആ ഒരു പ്ലാനുമായിട്ട് വന്നില്ല. അവർ ഫുൾ ലെങ്ത് ഡെലിവറിയാണ് കൂടുതലായിട്ട് എറിഞ്ഞത്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അഭിഷേക് ശർമ്മയ്ക്കായി. മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു അഭിഷേക് ശർമ്മ. പിന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു ക്യാച്ച് എടുത്തല്ലോ മാക്രം. സൂപ്പർ ഒരു ക്യാച്ചായിരുന്നു. ഏകദേശം 24 മീറ്റർ മിഡോണിന്ന് ഓടിപ്പോയാണ് മാക്രം ആ ക്യാച്ച് എടുത്തത്. സൂപ്പർ ക്യാച്ച് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഫീൽഡിംഗ് എടുത്തു പറയേണ്ടതായിരുന്നു. മനോഹരമായിട്ട് അവർ ഫീൽഡ് ചെയ്തു. ചെറിയൊരു റൺസ് ആയിരുന്നെങ്കിലും അവരുടെ ഫീൽഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ക്യാച്ചസ് കൊണ്ട് കളഞ്ഞതില്ല. പക്ഷേ ഇന്ത്യയുടെ ഫീൽഡിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യ 3 ക്യാച്ചസാണ് കൊണ്ട് കളഞ്ഞത്. ഇന്ത്യ ക്യാച്ചസ് കൊണ്ട് കളയുന്ന ഒരു കൺസേൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏഷ്യ കപ്പിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 12 ക്യാച്ചസാണ് ആ ഒരു സീരീസ് ഉടനീളം കൊണ്ട് കളഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു. ദിലീപിന്റെ കോച്ചിങ് എക്സ്പോസ് ആവുന്നു എന്നൊരു സംശയമുണ്ട്. ഇന്ത്യയുടെ ഫീൽഡിംഗ് നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിട്ട് വരുവാണ് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോൾ. പിന്നെ ഇന്ത്യയുടെ ബോർഡർമാരിലോട്ട് വരുവാണെങ്കിൽ ബുംറ ഇന്ന് കളിച്ചില്ല, എന്തോ പേഴ്സണൽ റീസൺ ആണെന്ന് തോന്നുന്നു, നാട്ടിലോട്ട് പോയെന്നാണ് കേട്ടത്. പിന്നെ ഇന്ത്യയുടെ പേസ് ബോളർമാരിലോട്ട് വരുവാണെങ്കിൽ അർഷ്ദീപ് സിംഗ് കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ 9 വൈഡ് എറിഞ്ഞൊരു ബോളറാണ്. നല്ല രീതിയിൽ അടികൊണ്ടൊരു ബോളറാണ്. ഇന്നത്തെ ഒരു കംബാക്ക് നോക്കിക്കേ. പവർ പ്ലേക്കകത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബോളർ ഭുവനേശ്വർ കുമാറിനെ മറികടന്നു അർഷ്ദീപ് സിംഗ്. മനോഹരമായിട്ട് ബോൾ ചെയ്തു. 2 സൈഡിലോട്ടും ബോളിന് മൂവ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. റീസ ഹെൻഡ്രിക്സിനെതിരെ എറിഞ്ഞ ബോൾ ട്രാപ്പ് ചെയ്തെടുത്തു. 2 ബോൾ നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഇട്ട് കൊടുത്തു. 3ാമത്തെ ബോൾ നിക്ക് ബാക്ക് ചെയ്തിട്ട് ലെഗ് ബിഫോർ ആക്കി റീസ ഹെൻഡ്രിക്സിന്റെ വിക്കറ്റ് എടുക്കാൻ അർഷ്ദീപ് സിംഗിനായി. അതുപോലെ തന്നെ മാക്രത്തിന്റെ വിക്കറ്റ് ഒരു ക്രൂഷ്യലായ ഒരു വിക്കറ്റാണ്. മേ ബി മാക്രം അവിടുത്തെ കളി മേ ബി ഒരു 130 140 കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാക്രത്തിന്. 18ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ അർഷദ് റാണയെ നോക്കുവാണെങ്കിൽ ഒരു 18 റൺസ് അടിച്ചിട്ട് നിൽക്കുക. അവിടെ നോക്കുവാണെങ്കിൽ ആ ഡെത്ത് ഓവറിനകത്ത് വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ അർഷ്ദീപ് സിംഗിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ മാക്രത്തിനെതിരെ ബോൾ ചെയ്യുന്നു. മാക്രത്തിന് വിക്കറ്റ് എടുക്കാൻ അർഷ്ദീപ് സിംഗിന് കഴിഞ്ഞു. ഇന്ന് നോക്കുവാണെങ്കിൽ ഒറ്റ വൈഡ് അർഷ്ദീപ് സിംഗ് എറിഞ്ഞില്ല. ഇന്ത്യ ഇന്ന് കൊണ്ട് കൊടുത്ത എക്സ്ട്രാ നോക്കുവാണെങ്കിൽ കേവലം 3 റൺസാണ്. ഒറ്റ വൈഡ് എറിഞ്ഞു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യ യോക്കർ ലെങ്തിന് പോയതേ ഇല്ല. ബാക്ക് ഓഫ് ലെങ്തിലും പിടിച്ചു, ഗുഡ് ലെങ്തും പിടിച്ച് ബോൾ ചെയ്തു. മനോഹരമായിട്ട് ബോൾ ചെയ്തു. അതിന്റെ ബെനിഫിറ്റ്സ് പിച്ചിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഹർഷിത് റാണ, ജിയുടെ ഫ്രണ്ട് എന്തായാലും ഒരാളെ ബാക്ക് ചെയ്ത് എന്തായാലും വെറുതെ ആയില്ല കേട്ടോ. ഇന്ന് വന്ന് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. പവർ പ്ലേക്കകത്ത് വന്ന് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഹിറ്റ് ദ ഡെക്ക് ഹാർഡ് എറിയാൻ കഴിവുള്ള ഒരു ബോളർ, 140 മേളിൽ എറിയാൻ കഴിവുള്ള ഒരു ബോളർ. പവർ പ്ലേക്കകത്ത് വന്ന് ക്രൂഷ്യൽ ആയിട്ടുള്ള 2 വിക്കറ്റ് എടുത്തത്. ഡീകോക്കിന്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു. അതുപോലെ തന്നെ ബ്രേവിസിന്റെ വിക്കറ്റ് അവിടെ വന്ന് എടുക്കുന്നു. സൂപ്പർ മനോഹരമായിട്ട് ബോൾ ചെയ്തു. നല്ല ലെങ്തി തന്നെ ബോൾ ചെയ്തു. നിക്ക് ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു, ബബിൾ സീം മൂവ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. 2 സൈഡിലോട്ടും അർഷദ് റാണയ്ക്ക് നോക്കുവാണെങ്കിൽ ബോളിനെ മൂവ്മെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. പിച്ചിൽ നിന്നുള്ള ബെനിഫിറ്റ്സും ആ ഒരു എക്സ്ട്രാ ബൗൺസും അർഷദ് റാണ യൂട്ടിലൈസ് ചെയ്തു. അതിന്റെ റിസൾട്ട് അർഷദ് റാണയ്ക്ക് കിട്ടി. 2 വിക്കറ്റ് എടുക്കാൻ അർഷദ് റാണയ്ക്കും കഴിഞ്ഞു. 18ാമത്തെ ഓവർ നോക്കുവാണെങ്കിൽ അല്പം അടി കൊണ്ടു. ഡെത്ത് ഓവർ എനിക്ക് തോന്നുന്നില്ല അർഷദ് റാണ അത്രമാത്രം ബെറ്റർ ആണ്. പക്ഷേ പവർ പ്ലേക്കകത്ത് അർഷദ് റാണ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് പുതിയ ബോളിനകത്ത്. പിന്നെ വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന മിസ്റ്ററി സ്പിന്നർ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നും വന്ന് 2 വിക്കറ്റ് എടുത്തു. ക്രൂഷ്യൽ ആയിട്ടുള്ള 2 വിക്കറ്റ് എന്നാന്ന് പറയുന്നത് അവിടെ. ഡോനോവാൻ ഫെരേര അവർ നോക്കുവാണെങ്കിൽ നല്ല സ്ട്രൈക്ക് റേറ്റിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കുൽദീപ് യാദവിനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 6 ഒക്കെ അടിച്ചാൽ അവിടെ സെറ്റായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. പക്ഷേ മിസ്റ്ററി ബോൾ ആ ഒരു ഗൂഗിളി ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡർമാർക്ക് വളരെ ഡിഫിക്കൽട്ടാണ് പിക്ക് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണ് വരുൺ ചക്രവർത്തിയുടെ ബോൾ വരുമെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. മേ ബി ഗൂഗിളി കയറി വരും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് പിച്ചിൽ ഡെലിവറി കയറി വരും, അല്ലെങ്കിൽ പിച്ചിൽ നിന്ന് എക്സ്ട്രാ ബൗൺസ് എടുക്കും. സ്പീഡൊക്കെ നോക്കുവാണെങ്കിൽ 93 94 95 ആ ഒരു സ്പീഡിലാണ് കയറിയുന്നത്. ചില ബോൾ നോക്കുവാണെങ്കിൽ 85 കയറി. ആ ക്വിക്കായിട്ടുള്ള ബോൾ ഗൂഗിളി കയറി വരുവാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് റൈറ്റ് ഹാൻഡർക്ക്. ഇന്നും വന്നിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള 2 വിക്കറ്റ് എടുത്തു. മാർക്കോ യാൻസന്റെ വിക്കറ്റ് എടുത്തു. ഡോനോവാൻ ഫെരേറയുടെ വിക്കറ്റ് എടുത്തു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു വരുൺ ചക്രവർത്തി.
പിന്നെ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും കൂടെ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, ഹാർദിക് പാണ്ഡ്യയുടെ ഒരു എക്സ്ട്രാ ബൗൺസ് സ്റ്റബ്സിനെതിരെ. ആദ്യത്തെ കളി നോക്കുവാണെങ്കിൽ 100 സിക്സ് അടിച്ചു, ഇന്നത്തെ കളി നോക്കുവാണെങ്കിൽ 100 വിക്കറ്റ് എടുത്തു. അർഷദീപ് സിംഗ്, ബുംറ, ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയും ബുംറയും കൂടെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരേപോലെ ഇവർ സ്റ്റാർട്ട് ചെയ്ത കരിയർ. സോ ഹാർദിക് പാണ്ഡ്യയ്ക്കും വന്നിട്ട് T20യിൽ 100 വിക്കറ്റ് എടുക്കാൻ കഴിയുന്നു. 1000-ൽ മേൽ റൺസ് കണ്ടെത്താൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞു. സോ എന്തുകൊണ്ടും ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ തന്നെയാണ്. ഗൗതം ഗംഭീർ ഒതുക്കി വെച്ചേക്കുമാണ് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ പെർഫോമൻസിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ബോൾ കൊടുക്കുമ്പോൾ ബോളിങ്ങിലൂടെ കാണിക്കും, ബാറ്റിംഗ് കിട്ടുമ്പോൾ ബാറ്റിങ്ങിലൂടെ പെർഫോമൻസ് കാണിക്കും ഹാർദിക് പാണ്ഡ്യ. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നു. പിച്ചിൽ നിന്നുള്ള ബെനിഫിറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു, പിച്ചിന്റെ അസിസ്റ്റൻസ് എടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒരു കൺസേൺ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം.